കണ്ടിട്ടുള്ള ഒരു കഥയാണ്. എന്തായാലും അത് നല്ല പുതുമയായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മളത് കുറേ കണ്ടിട്ടുള്ളതാണ്. അത് പക്ഷേ നന്നായിട്ട് പടം എടുത്തിട്ടുണ്ട്. തമിഴ്മാർക്ക് വലിയ അത്ഭുതമായിരിക്കും ഫഹദിൻ്റെ അഭിനയം. പക്ഷേ നമ്മൾ ഫഹദിൻ്റെ റോളുകളൊക്കെ അത് അടിപൊളി കണ്ടതാണല്ലോ. നമ്മുടെ 90 മുതൽ നിന്ന് ഫഹദ് ഇറങ്ങി വന്ന പോലെ ഒരു തോന്നലാണ് ഇതിനകത്ത് കണ്ടത്. പക്ഷേ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല ട്രീറ്റ് നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല, നമുക്ക് ഒരു പുതുമയില്ലെന്നേ ഉള്ളൂ. ഫഹദിൻ്റെ ഇത് തമിഴിൽ ഏത് ഹിറ്റാവും കേട്ടോ, ഷുവറാണ്, അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഫാഫയുടെയും വടിവേലിനും നമ്മൾ ഓൾറെഡി കോമ്പിനേഷൻ കണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു. സ്ലോ പേസ്ഡ് ആണ്, പക്ഷെ നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി തെളിയാണ്. ഇൻ്റർവ്യൂടെയാണ് കഥ എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഓവറോൾ അടിപൊളിയായിരുന്നു. അത് പറയാം, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിനകത്ത് വില്ലൻ ഓപ്പോസിറ്റ് ആയിരുന്നു. അതിനകത്തൊരു ഗ്യാങ് പോലെ ഫാസ്റ്റ് ഫാസ്റ്റിൽ എനിക്ക് തോന്നുന്നു മറ്റേ രജനീകാന്തിൻ്റെ ആ വേട്ടയാനുള്ള ക്യാരക്ടറിൻ്റെ ഓൾമോസ്റ്റ് ചെറിയൊരു സിമിലാരിറ്റി ഷെയ്ഡുണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ രസമുണ്ട്. ഇല്ല, ത്രില്ലിംഗ് ഫാക്ടർ ഉണ്ട്. റോഡ് മൂവി തന്നെ പറയാം. പക്ഷേ പടം നല്ല സ്ലോ പേസ്ഡാണ്. സ്റ്റാർട്ടിങ് നമുക്ക് ഇൻ്റർവ്യൂ ആകുമ്പോഴാണ് പടത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുന്നത് എന്താ സംഭവം എന്നുള്ളത്. ത്രില്ലിംഗ് ആണ് എന്തായാലും. രണ്ടുപേരും നല്ല പടമായിരുന്നു. സ്ലോ പേസ്ഡാണ്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ്ഡാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് പോലെ സൂപ്പറാണ്. നല്ല ആക്ടിംഗ് ആണ്, എല്ലാം അടിപൊളി, സൂപ്പറാണ്. മൊത്തത്തിൽ ട്രെയിലർ കാണുമ്പോൾ ഒരു റോഡ് മൂവി പോലെയാണ്, അങ്ങനെയാണോ അതോ ത്രില്ലിംഗ് ആണ് അത്യാവശ്യം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ പീസാണ്, പക്ഷേ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. വെൽ സ്ക്രിപ്റ്റഡ് ആണ്. പടം നന്നായിരുന്നു. വളരെ എൻഗേജിങ് ആയിരുന്നു. ഒരു ഭയങ്കര ബ്രീസി സ്റ്റാർട്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്നുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് നമ്മൾ തന്നെ അറിയാതെ അത് ഒരു ത്രില്ലർ മോഡിലേക്ക് മാറുന്നുണ്ട്. ആക്ടിങ് ആൾ രണ്ടുപേരുടെയും ഫഹദിൻ്റെയും വടിവേലിൻ്റെയും ആക്ടിങ് ആളും നല്ല രസമായിട്ട് രണ്ടുപേരും ഓബ്വിയസ്ലി നല്ലോണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പിന്നെ റൈറ്റിംഗ് ആൻഡ് ഡിറക്ഷൻ, റൈറ്റിംഗ് ആൻഡ് ഡയലോഗ്സ് ഓൾസോ ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ്, ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ്, പിന്നെ റൈറ്റിംഗ് ആൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ എക്സെപ്ഷനലി ഗുഡായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ നടക്കുന്നത് വളരെ അടിപൊളിയായിരുന്നു.